ഹായ് ഗായ്സ്, ഇത് നമ്മൾ വർക്കലയിലെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മോർണിംഗ് തന്നെ എഴുന്നേറ്റിട്ട് നോർത്ത് ക്ലിഫിലെ ബീച്ചിലൊക്കെ ഒന്ന് പോയി. മോർണിംഗ് തന്നെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ വന്നിട്ട് ബ്രെഡും ജാമും കഴിക്കുകയാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഇവിടുന്ന് പോകുന്ന സമയത്ത് പാക്ക് ചെയ്ത് കൊണ്ടുപോയതായിരുന്നു. നമ്മൾ മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് എല്ലാവരും തന്നെ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഒരുങ്ങാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ആകെ ഒരു കണ്ണാടിയുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ കണ്ണാടിന്റെ മുന്നിൽ നിന്നും നെട്ടോട്ടം ഓടുകയായിരുന്നു. 5 പൈസയ്ക്ക് പോലും മേക്കപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിലും വലിയ ഖുറൈഷിയായിട്ടാണ് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പോലെ നിന്ന് കഴിഞ്ഞിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. അതിന്റെ ഇടയിൽ കൂടെ ഇവിടെ ഒരാൾ ക്യൂട്ട്നെസ് വാരി വിതറുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. നമ്മൾ അവിടുന്ന് വെക്കേറ്റ് ചെയ്യാണ്. നമ്മൾ ബാഗും സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. എന്നിട്ട് നമ്മൾ പോകുന്ന സ്ഥലത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്, ലുങ്കി വൈബ്. അപ്പൊ അവിടെ നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ട് ഇറങ്ങി. എന്നിട്ട് അവിടുന്ന് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ള ഒരു കഫേയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇന്ത്യ കഫേ എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു കഫേയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ത്യ കഫേ സെലക്ട് ചെയ്യാനുള്ള കാരണം. പക്ഷെ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ലൊരു റഷ് ആയിട്ടുള്ള സമയത്തായിരുന്നു നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കോൺടാക്ട് നമ്പറൊക്കെ അവിടെ വാങ്ങി വെച്ചിട്ട് നമ്മളെടുത്ത് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേസ് കാണിച്ചു തന്നു. അവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ നമ്മളെ കോൾ ചെയ്തു. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നു. ഫൈനലി നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അപ്പുറത്തെ സീറ്റിലെ ചേട്ടൻ നമ്മളെടുത്ത് ചോദിക്കുകയായിരുന്നു, നിങ്ങൾ എന്താ ഓർഡർ ചെയ്തതെന്നുള്ളത്. ആ ചേട്ടനെ അറിയായിരുന്നു ഇത് കയ്പുള്ള ഒരു ഐറ്റം ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ ചേട്ടൻ ചോദിച്ചത്, നിങ്ങൾ ഇതിനു മുമ്പ് ഇത് കുടിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഇവർ പറഞ്ഞു കുടിച്ചിട്ടില്ല, നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ട്രൈ ചെയ്തു. ഇവർക്ക് ഇഷ്ടപ്പെട്ടു. ഇവർക്ക് അങ്ങനെ പ്രശ്നമൊന്നും തോന്നിയില്ല. നമ്മൾ ഓർഡർ ചെയ്ത ബാക്കി ഐറ്റംസ് ഒക്കെ വന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് സാൻഡ് ബീച്ചിലേക്കാണ്. നല്ല നട്ടുച്ച വെയിലത്തായിരുന്നു നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തീരെ ആളുകൾ ഉണ്ടായിരുന്നില്ല ആ ബീച്ചിൽ. പിന്നെ ഉള്ളത് മൊത്തം ഫോറിനേഴ്സ് ആയിരുന്നു. കുറച്ച് ടാസ്ക് ആണ് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരാരെങ്കിലും വീഴാണെങ്കിൽ നല്ല ലൈവായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ക്യാമറയെ പൊക്കി പിടിച്ച് നിന്നുകൊണ്ടിരുന്നത്. അവരൊക്കെ പിന്നെ സ്പീഡിൽ ഇറങ്ങിപ്പോയി. ലാസ്റ്റ് ഞാനായിരുന്നു മുകളിൽ നിന്നിട്ടുണ്ടായിരുന്നത്. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ അങ്ങനെ ഇറങ്ങി. ഈ ഒരു ബീച്ചിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ ഫുൾ ബ്ലാക്ക് സാൻഡ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഈ ബ്ലാക്ക് സാൻഡ് ബീച്ച് എന്ന് പേര് വന്നതും. അവിടെയാണെങ്കിൽ നല്ല കാറ്റായിരുന്നു കേട്ടോ. നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് കാറ്റായിരുന്നു. ടാൻ അടിച്ച് നമ്മളും ബ്ലാക്ക്, സാൻഡും ബ്ലാക്ക്, സാൻഡും ബ്ലാക്ക്. പക്ഷെ നോക്കൂ, മദാമകൾ തുടുപ്പ് വെളുത്ത് നിൽക്കുന്നു. എങ്ങനെയുണ്ടാ ചളി, ഇഷ്ടമായോ? അങ്ങനെ ഫോട്ടോ സെക്ഷനും വീഡിയോ സെക്ഷനും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് മെല്ലെ ഇറങ്ങാന്ന് വിചാരിച്ചു. കാരണം ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല പോലെ സൺടാൺ അടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചു നേരം തണലും തപ്പി നടന്നു. പക്ഷെ ആ ഏരിയയിൽ എവിടെയും ഒരു തണലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ദൂരം നടന്നപ്പോൾ നമുക്ക് ഒരു ഹോട്ടൽ കണ്ടു കേട്ടോ. അപ്പൊ അത്യാവശ്യം കുറച്ച് വിശക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇനി ഫുഡ് കഴിക്കാന്നുള്ളത്. ആദ്യം തന്നെ വെള്ളം കുടിച്ച് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ നൂഡിൽസ് പറഞ്ഞു. ഒരു പ്ലേറ്റ് നൂഡിൽസ് ആയിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിച്ച് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ വീണ്ടും ഓർഡർ ചെയ്തു. അതിന്റെ മുമ്പ് തന്നെ നമ്മൾ ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് പോയത് കഫേ സർവേയിലേക്കാണ് കേട്ടോ. അത് സൗത്ത് ക്ലിഫിലാണ് കഫേ സർവേ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേരളന്റെ കഫേസിന്റെ. അപ്പൊ അതിലുണ്ടായിരുന്ന ഒരു കഫേ തന്നെയാണ് കഫേ സർവ എന്ന് പറഞ്ഞത്. അവിടുന്ന് നല്ലൊരു ബെസ്റ്റ് വ്യൂ ആണ് കേട്ടോ. ബീച്ച് വ്യൂ അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു നോർത്ത് ക്ലിഫിലെ ആ ഒരു ബീച്ച് വ്യൂവിനെക്കാട്ടിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ സൗത്ത് ക്ലിഫിലെ കഫേ സർവേ എന്നുള്ള വ്യൂ ആണ്. ആൻഡ് നമ്മൾ അവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വാട്ടർമെലൺ ഫെറ്റ സാലഡ് ആണ് കേട്ടോ. അതും കഴിച്ചിട്ട് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി. കഫേ സർവേന്റെ അവിടുന്ന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. അത് നേരെ നമ്മൾ ഇറങ്ങുന്നത് ബീച്ചിലേക്കാണ്. ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് നമ്മളുടെ ഡ്രീം ലൊക്കേഷൻ ആയിരുന്നു. കാരണം നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരുന്നു ഈ കഫേ സർവേ എന്നുള്ള വ്യൂവിനെ കുറിച്ചിട്ടുള്ളത്. അപ്പൊ തന്നെ നമ്മൾ കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ എന്തായാലും പോകണം എന്നുള്ളത്. എന്റെ ലൈഫിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ദ ബെസ്റ്റ് സൺസെറ്റ് ആണ് ഞാൻ അവിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇങ്ങനൊരു വ്യൂ ഞാൻ എന്റെ ലൈഫിൽ വേറെ എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ ബ്യൂട്ടിഫുൾ സൺസെറ്റും കണ്ടിട്ട് പിന്നെ നമ്മൾ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു കേട്ടോ. കാരണം നമുക്ക് 7:30 മലബാർ എക്സ്പ്രസ് ഉണ്ടായിരുന്നു. അതിലായിരുന്നു നമ്മൾ കോഴിക്കോടേക്ക് തിരിച്ചു വരുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണെങ്കിൽ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ മുമ്പത്തെ ഒരു കടയിൽ നിന്ന് നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ട് അത് കഴിച്ചു. അത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് 7:30 മലബാർ എക്സ്പ്രസ് വന്നു. അങ്ങനെ അതിൽ കയറി നമ്മൾ നേരെ കാലിക്കറ്റിലേക്ക് പോന്നു. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.